എല്ലാവർക്കും നമസ്കാരം. ദി ക്രിയേറ്റീവ് തിങ്കർ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ ഏറ്റവും ശ്രദ്ധേയമായ പരമ്പരയാണ് പ്രഭയുടെ പാതയിലെ അറിയപ്പെടാത്ത വിശുദ്ധർ, ദി അൺനോൺ സെയിൻസ് ഓൺ ദി പാത്ത് ഓഫ് ലൈറ്റ്. ലോകം അധികം അറിയാതെ പോയ എന്നാൽ ദൈവത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞ വിശുദ്ധരുടെ ജീവിതം പരിചയപ്പെടുത്തുന്ന ഈ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. എല്ലാ ബുധനാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തുന്ന ഈ സീരീസ് കഴിഞ്ഞ ബുധനാഴ്ച ഇത് സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിപ്പോയിരുന്നു. എന്നാൽ ഈ ബുധനാഴ്ച നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീലങ്കയുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ജോസഫ് വാസിനെ കുറിച്ചാണ്. #ലൈറ്റ് വോക്കേഴ്സ് സീരീസ് എന്ന ഹാഷ്ടാഗോടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കാം. 1651 ഏപ്രിൽ 21 ഗോവയിലെ ബനോളിമിലാണ് ജോസഫ് വാസ് ജനിച്ചത്. ക്രിസ്റ്റഫർ മാസും മരിയ മറാൻഡയുമായിരുന്നു മാതാപിതാക്കൾ. വൈദികനായി മാറിയ അദ്ദേഹം തൻ്റെ ജീവിതം സുവിശേഷ പ്രഘോഷത്തിനായി ഒഴിഞ്ഞുവെച്ചു. അക്കാലത്ത് ശ്രീലങ്കയിൽ ഡച്ചുകാരുടെ ഭരണമായിരുന്നു. കാത്തോലിക്ക വിശ്വാസത്തെ അവർ അടിച്ചമർത്തുകയും വൈദികരെ അവിടെ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തിരുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുത്ത ജോസഫ് വാസ് ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ വേഷത്തിൽ രഹസ്യമായാണ് ശ്രീലങ്കയിലെത്തിയത്. അവിടെ തടവിലാക്കപ്പെട്ട വിശ്വാസികളെ അദ്ദേഹം രഹസ്യമായി സന്ദർശിക്കുകയും അവർക്ക് കൂദാശകൾ നൽകുകയും ചെയ്തു. പീഡനങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ ശ്രീലങ്കയിലെ കത്തോലിക്ക സഭയുടെ പുനർജീവനത്തിന് കാരണമായി. രോഗികളെയും പാവപ്പെട്ടവരെയും സ്നേഹിച്ച അദ്ദേഹം തൻ്റെ അവസാന ശ്വാസം വരെ ദൈവവേലയിൽ ഉറച്ചു നിന്നു. 1711 ജനുവരി 16 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധ ജോസഫ് വാസിൻ്റെ അത്ഭുത പ്രവർത്തികൾ ലോകം അംഗീകരിച്ചു. 2015 ജനുവരി 14 കൊളംബോയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജനുവരി 16 നമ്മൾ അദ്ദേഹത്തിന് തിരുനാൾ ആഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ ജോസഫ് വാസ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആത്മസമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃക പിന്തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിസന്ധികളിൽ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കരുത്തു നൽകണമേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ജോസഫ് വാസിൻ്റെയും മധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ആമീൻ. ഈ സീരീസ് ഇതുവരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുവഴി കൂടുതൽ ആളുകൾക്ക് ഈ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അറിയാൻ അവസരമൊരുങ്ങും. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒരിക്കൽ കൂടി നന്ദി. അടുത്ത ബുധനാഴ്ച മറ്റൊരു വിശുദ്ധ ജീവിതവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.